എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സൈക്കോളജിയിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് കേട്ടറ്റിലെ കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ആൻസേഴ്സും ആയിരിക്കും. അപ്പോൾ ഇത് LP, UP അതുപോലെ തന്നെ കേട്ടറ്റ്, സെറ്റ്, HSA അങ്ങനെയുള്ള വിവിധ പരീക്ഷകൾക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ കണ്ടതിന് ശേഷം ഓരോ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ആൻസേഴ്സ് നൽകാൻ പറ്റുന്നുണ്ടോ എന്നും കൂടി നോക്കേണ്ടതാണ്. ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനും മാർക്ക് നേടാനുള്ള ഒരു മെത്തേഡാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക, ഉത്തരം നൽകാൻ കഴിയുന്നോന്നും കൂടി ഒന്ന് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, സർഗാത്മകതയുടെ സവിശേഷത അല്ലാത്തതേത്? വിച്ച് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ക്രിയേറ്റിവിറ്റി? ഒഴുക്ക്, അയവ്, തനിമ, വസ്തുനിഷ്ഠത. അല്ലെങ്കിൽ ഫ്ലുവൻസി, ഫ്ലെക്സിബിലിറ്റി, ഒറിജിനാലിറ്റി, ഒബ്ജക്റ്റിവിറ്റി. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, വസ്തുനിഷ്ഠത അല്ലെങ്കിൽ ഒബ്ജക്റ്റിവിറ്റി. രണ്ടാമത്തെ ചോദ്യം, ആഗമന രീതിയിലുള്ള ബോധനം എന്നത് ടീച്ചിങ് ത്രൂ ഇൻഡക്റ്റീവ് മെത്തേഡ് ഈസ്? ഓപ്ഷൻ എ, പ്രയാസമില്ലാത്തതിൽ നിന്നും ദുഷ്കരമായതിലേക്ക്, ഫ്രം ഈസി ടു ഡിഫിക്കൽട്ട്. സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലത്തിലേക്ക്, ഫ്രം സ്പെസിഫിക് ടു ജനറൽ. ഓപ്ഷൻ സി, സ്ഥൂലത്തിൽ നിന്നും സൂക്ഷ്മത്തിലേക്ക്, ഫ്രം ജനറൽ ടു സ്പെസിഫിക്. ഓപ്ഷൻ ഡി, പ്രക്രിയയിൽ നിന്നും ഉൽപ്പന്നത്തിലേക്ക്, ഫ്രം പ്രോസസ് ടു പ്രോഡക്റ്റ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി, സൂക്ഷ്മത്തിൽ നിന്നും സ്ഥൂലത്തിലേക്ക് അല്ലെങ്കിൽ ഫ്രം സ്പെസിഫിക് ടു ജനറൽ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തവയിൽ തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. ചൂസ് ദ റോങ് പെയർ ഫ്രം ദ ഫോളോയിങ്. ഓപ്ഷൻ എ, ക്രിയാഗവേഷണം, സ്റ്റീഫൻ എം കോറെ. ഓപ്ഷൻ ബി, പ്രക്ഷേപണ രീതി, തീമാറ്റിക് അപ്രസെപ്ഷൻ ടെക്നിക് ടെസ്റ്റ്, ക്ലിനിക്കൽ മെത്തേഡ്, JL മൊറീനോ. ഓപ്ഷൻ ഡി, സോഷ്യോമെട്രിക് ടെക്നിക് ക്ലിക്ക്. അപ്പോൾ ഇതിലെ തെറ്റായ ജോഡി ഏതാണ്? ഓപ്ഷൻ സി, ക്ലിനിക്കൽ മെത്തേഡ്, JL മൊറീനോ ആണ്. അടുത്തത് നാലാമത്തെ ചോദ്യം, താഴെ കൊടുത്തവയിൽ 70നും 85നും ഇടയിൽ ബുദ്ധിമാനം കാണിക്കുന്ന ഒരു കുട്ടി ഏത് വിഭാഗത്തിൽ പെടുന്നു? വിച്ച് ഓഫ് ദ ഫോളോയിങ് കാറ്റഗറി ഓഫ് ദ ചൈൽഡ് ഹാവിംഗ് IQ ഇൻ ദ റേഞ്ച് ഓഫ് 70 to 85 ഷോൺ ബിലോ? ഓപ്ഷൻ എ, മോറൻ അല്ലെങ്കിൽ മൂഢബുദ്ധി. ഓപ്ഷൻ ബി, മന്ദബുദ്ധി അല്ലെങ്കിൽ ഡൾ. ഓപ്ഷൻ സി, ക്ഷീണബുദ്ധി അല്ലെങ്കിൽ ഇംബസിൽ. ഓപ്ഷൻ ഡി, ശരാശരി അല്ലെങ്കിൽ ആവറേജ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ഡൾ അല്ലെങ്കിൽ മന്ദബുദ്ധി. അഞ്ചാമത്തെ ചോദ്യം, പിയാഷെയുടെ അഭിപ്രായത്തിൽ ശ്രേണീകരണത്തിനും തരംതിരിക്കാനുമുള്ള കഴിവ് നേടുന്ന ഘട്ടം ഏത്? അക്കോർഡിംഗ് ടു പിയാഷെ, വാട്ട് ഈസ് ദ സ്റ്റേജ് ഓഫ് അക്വയറിംഗ് ദ എബിലിറ്റി ടു സീരിയേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ? ഓപ്ഷൻ എ, പ്രാഗ് മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. ഓപ്ഷൻ ബി, മൂർത്ത മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ഓപ്ഷൻ സി, ഔപചാരിക മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഓപ്ഷൻ ഡി, പ്രതിരൂപാത്മക ഘട്ടം അല്ലെങ്കിൽ സിംബോളിക് സ്റ്റേജ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി, മൂർത്ത മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ആറാമത്തെ ചോദ്യം, വൈകാരിക ബുദ്ധിക്ഷമതയുള്ള ഒരു വ്യക്തിയുടെ സവിശേഷത അല്ലാത്തത് ഏത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഇമോഷണലി ഇൻ്റലിജൻറ്റ് പേഴ്സൺ? ഓപ്ഷൻ എ, സ്വയം അറിയാനുള്ള കഴിവ് അല്ലെങ്കിൽ സെൽഫ് അവെയർനെസ്. ഓപ്ഷൻ ബി, സ്വയം നിയന്ത്രിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ സെൽഫ് റെഗുലേഷൻ. ഓപ്ഷൻ സി, അനുതാപം അല്ലെങ്കിൽ എമ്പതി. ഓപ്ഷൻ ഡി, സ്വയം ആക്രമണ സ്വഭാവം അല്ലെങ്കിൽ സെൽഫ് അഗ്രഷൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, സ്വയം ആക്രമണ സ്വഭാവം അല്ലെങ്കിൽ സെൽഫ് അഗ്രഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ സവിശേഷത അല്ലാത്തത് ഏത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെൻ്റലി ചലഞ്ച്ഡ് ചിൽഡ്രൻ? ഓപ്ഷൻ എ, പൊരുത്തപ്പെടാനുള്ള പ്രയാസം, ഡിഫിക്കൽറ്റി ഇൻ അഡാപ്റ്റേഷൻ. ഓപ്ഷൻ ബി, ശരാശരിയിൽ ഉയർന്ന ബുദ്ധിശക്തി, എബോവ് ആവറേജ് ഇൻ്റലിജൻസ്. ഓപ്ഷൻ സി, ശരാശരിയിൽ താഴ്ന്ന ബുദ്ധിശക്തി, ബിലോ ആവറേജ് ഇൻ്റലിജൻസ്. ഓപ്ഷൻ ഡി, താഴ്ന്ന അക്കാദമിക നിലവാരം, ലോ അക്കാഡമിക് അച്ചീവ്മെൻറ്റ്.
അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി, ശരാശരിയിൽ ഉയർന്ന ബുദ്ധിശക്തി അല്ലെങ്കിൽ എബോവ് ആവറേജ് ഇൻ്റലിജൻസ്. അടുത്ത ചോദ്യം, വ്യക്തിത്വം സംബന്ധിച്ച ട്രെയ്റ്റ് സമീപനം ആരുടേതാണ്? ഹൂസ് കോൺട്രിബ്യൂഷൻ ഈസ് ദ ട്രെയ്റ്റ് അപ്രോച്ച് ടു പേഴ്സണാലിറ്റി? ഓപ്ഷൻ എ ഫ്രോയിഡ്, ഓപ്ഷൻ ബി മാസ്ലോ, ഓപ്ഷൻ സി ആൾപോർട്ട്, ഓപ്ഷൻ ഡി പിയാഷെ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആൾപോർട്ട്. അടുത്ത ചോദ്യം, തുടർ മൂല്യനിർണ്ണയത്തിന് അനുയോജ്യമല്ലാത്തത് ഏത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ഫോർമേറ്റീവ് ഇവാലുവേഷൻ? ഓപ്ഷൻ എ ബോധന സമയത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ആസ്കിംഗ് ക്വസ്റ്റ്യൻസ് ഡ്യൂറിംഗ് ടീച്ചിങ്, ക്ലാസ് ടെസ്റ്റുകൾ നടത്തുന്നത്, കണ്ടക്റ്റിംഗ് ക്ലാസ് ടെസ്റ്റ്. ഓപ്ഷൻ സി വാർഷിക പരീക്ഷകൾ നടത്തുന്നത്, കണ്ടക്റ്റിംഗ് ആനുവൽ എക്സാമിനേഷൻ. ഓപ്ഷൻ ഡി പോർട്ട്ഫോളിയോ വിലയിരുത്തുന്നത്, അക്സസിംഗ് പോർട്ട്ഫോളിയോസ്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി വാർഷിക പരീക്ഷകൾ നടത്തുന്നത്, കണ്ടക്റ്റിംഗ് ആനുവൽ എക്സാമിനേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബഹു ഇന്ദ്രിയ സമീപനം ഏറ്റവും അനുയോജ്യമായത്? മൾട്ടി സെൻസറി അപ്രോച്ച് വിൽ ബി മോസ്റ്റ്ലി സ്യൂട്ടഡ് ടു? ഓപ്ഷൻ എ കാഴ്ച ദുർബലമായവർക്ക്, വിഷ്വലി ഇമ്പയർഡ്. ഓപ്ഷൻ ബി കേൾവി ദുർബലമായവർക്ക്, ഹിയറിംഗ് ഇമ്പയർഡ്. ഓപ്ഷൻ സി പഠന വൈകല്യമുള്ളവർക്ക്, ലേണിംഗ് ഡിസേബിൾഡ്. ഓപ്ഷൻ ഡി മാനസിക വെല്ലുവിളി നേരിടുന്നവർക്ക്, മെൻ്റലി ചലഞ്ചഡ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി പഠന വൈകല്യമുള്ളവർക്ക് അല്ലെങ്കിൽ ലേണിംഗ് ഡിസേബിൾഡ്. അടുത്തത്, ഭാഷാർജ്ജനം സംബന്ധിച്ച് ജീവശാസ്ത്രപരമായ അടിസ്ഥാനത്തിന് ഊന്നൽ നൽകിയതാര്? ഹു എംബസൈസ്ഡ് ദ ബയോളജിക്കൽ ബേസിസ് ഓഫ് ലാംഗ്വേജ് അക്വിസിഷൻ? ഓപ്ഷൻ എ നോം ചോംസ്കി, ഓപ്ഷൻ ബി ബി.എഫ്. സ്കിന്നർ, ഓപ്ഷൻ സി എറിക് എറിക്സൺ, ഓപ്ഷൻ ഡി ഇവാൻ പി പാവ്ലോവ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ നോം ചോംസ്കി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പക്വനം സംബന്ധിച്ച് നിർണായക ഘടകം ഏത്? വിച്ച് ഈസ് ദ ഡിറ്റർമൈനിങ് ഫാക്ടർ ഇൻ മെച്ചുറേഷൻ? ഓപ്ഷൻ എ പാരമ്പര്യം ഹെറിഡിറ്റി, ഓപ്ഷൻ ബി കുടുംബാന്തരീക്ഷം ഫാമിലി എൻവിറോൺമെൻറ്റ്, ഓപ്ഷൻ സി മതം റിലീജിയൻ, ഓപ്ഷൻ ഡി സാംസ്കാരിക പശ്ചാത്തലം കൾച്ചറൽ കോണ്ടെക്സ്റ്റ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ പാരമ്പര്യം അല്ലെങ്കിൽ ഹെറിഡിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്ലെക്സിയ എന്ന പദം അർത്ഥമാക്കുന്നത്? ദ ടേം ഡിസ്ലെക്സിയ മീൻസ്. ഓപ്ഷൻ എ വായനാ വൈകല്യം, റീഡിംഗ് ഡിസബിലിറ്റി. ഓപ്ഷൻ ബി ലേഖന വൈകല്യം, റൈറ്റിംഗ് ഡിസബിലിറ്റി. ഓപ്ഷൻ സി ഗണിതപരമായ വൈകല്യം, അരിത്തമാറ്റിക് ഡിസബിലിറ്റി. ഓപ്ഷൻ ഡി ചലനപരമായ വൈകല്യം, മോട്ടോർ ഡിസബിലിറ്റി. ആൻസർ ഓപ്ഷൻ എ വായനാ വൈകല്യം അല്ലെങ്കിൽ റീഡിംഗ് ഡിസബിലിറ്റി. ഡിസബിലിറ്റീസ് എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എക്സാമിന് മുമ്പ് ആ ഒരു ഏരിയ കവർ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് വിഭാഗം കുട്ടികൾക്കാണ് ബ്രെയിലി സമ്പ്രദായം പഠനാവശ്യത്തിനായി വേണ്ടത്? വിച്ച് ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രൻ നീഡ്സ് ബ്രെയിലി സിസ്റ്റം ഫോർ ദെയർ ലേണിംഗ്? ഓപ്ഷൻ എ കേൾവി ദുർബലമായവർക്ക്, ഹിയറിംഗ് ഇമ്പയർഡ്. ഓപ്ഷൻ ബി കാഴ്ച ദുർബലമായവർക്ക്, വിഷ്വലി ഇമ്പയർഡ്. ഓപ്ഷൻ സി പഠന വൈകല്യമുള്ളവർക്ക്, ലേണിംഗ് ഡിസേബിൾഡ്. ഓപ്ഷൻ ഡി മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക്, മെൻ്റലി റിട്ടാർഡഡ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി കാഴ്ച ദുർബലമായവർക്ക് അല്ലെങ്കിൽ വിഷ്വലി ഇമ്പയർഡ്. അടുത്ത ചോദ്യം, ആരുടെ പേരാണ് നേട്ട അഭിപ്രേരണയുമായി ബന്ധമുള്ളത്? ഹൂസ് നെയിം ഈസ് അസോസിയേറ്റഡ് വിത്ത് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ? ഓപ്ഷൻ എ മക്ക്ലെലൻഡ്, ഓപ്ഷൻ ബി ഗിൽഫോർഡ്, ഓപ്ഷൻ സി ഗാർഡ്നർ, ഓപ്ഷൻ ഡി സ്കിന്നർ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ മക്ക്ലെലൻഡ്. അടുത്ത ചോദ്യം, എറിക് എറിക്സണുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആശയം തിരഞ്ഞെടുക്കുക. സെലക്ട് ദ കൺസെപ്റ്റ് വിച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത് എറിക് എറിക്സൺ. ഓപ്ഷൻ എ അഹം അല്ലെങ്കിൽ ഈഗോ. ഓപ്ഷൻ ബി ജീവിത പ്രതിസന്ധി അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി ക്രൈസിസ്. ഓപ്ഷൻ സി മാതൃക നൽകൽ അല്ലെങ്കിൽ മോഡലിംഗ്. ഓപ്ഷൻ ഡി പ്രബലനം അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെൻറ്റ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ഐഡൻറ്റിറ്റി ക്രൈസിസ്. അടുത്ത ചോദ്യം, ക്ലാസ്സിൽ അധ്യാപകൻ നൽകുന്ന എല്ലാ പ്രവർത്തനങ്ങളും കൃത്യസമയത്ത് ചെയ്യുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന കുട്ടിയിൽ ദർശിക്കുന്നത്? സ്റ്റുഡൻറ് ഫീൽസ് ഹാപ്പി ഇൻ ഡൂയിങ് ആൾ ദ വർക്ക്സ് ഗീവൺ ബൈ ദ ടീച്ചർ ഓൺ ടൈം. ദിസ് ഇൻഡിക്കേറ്റ്സ്. ഓപ്ഷൻ എ ആന്തരിക അഭിപ്രേരണ ഇൻട്രിൻസിക് മോട്ടിവേഷൻ. ഓപ്ഷൻ ബി ബാഹ്യ
അഭിപ്രേരണ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. ഓപ്ഷൻ സി പരാജയഭീതി ഫിയർ ഓഫ് ഫെയില്യുവർ. ഓപ്ഷൻ ഡി മത്സരബുദ്ധി കോമ്പറ്റേറ്റീവ് മെൻറ്റാലിറ്റി. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആന്തരിക അഭിപ്രേരണ അല്ലെങ്കിൽ ഇൻട്രിൻസിക് മോട്ടിവേഷൻ. അടുത്ത ചോദ്യം, കൂട്ടത്തിൽ ചേരാത്തത് തിരഞ്ഞെടുക്കുക. വിച്ച് ഈസ് ദ ഓഡ് വൺ ഔട്ട്? പിൻഡർ പാറ്റേഴ്സൺ സ്കെയിൽ, ആർതർ പോയിന്റ് സ്കെയിൽ, അലക്സാണ്ടേഴ്സ് ബാറ്ററി ഓഫ് പെർഫോമൻസ്, ആമി ആൽഫ ടെസ്റ്റ്. ഇതിൽ കൂട്ടത്തിൽ ചേരാത്തത് ഓപ്ഷൻ ഡി ആർമി ആൽഫ ടെസ്റ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു വ്യക്തിയുടെ ക്ഷേമത്തിനു വേണ്ടി അവൻ്റെ ഉള്ളിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന വികാരങ്ങളെ പുറത്തുവിടുന്നതിനെ പറയുന്ന പേര്. വാട്ട് ഈസ് ദ ടേം ഫോർ ദ റിലീസ് ഓഫ് അക്യുമുലേറ്റഡ് ഇമോഷൻസ് ടു എൻഹാൻസ് ആൻ ഓർഗാനിസംസ് ഓവറോൾ വെൽബീയിങ്? ഓപ്ഷൻ എ വ്യതിചലനം അല്ലെങ്കിൽ റീഡയറക്ഷൻ. ഓപ്ഷൻ ബി ആന്തരനിരോധനം അല്ലെങ്കിൽ ഇൻഹിബിഷൻ. ഓപ്ഷൻ സി ഉദാത്തീകരണം അല്ലെങ്കിൽ സബ്ലിമേഷൻ. ഓപ്ഷൻ ഡി കത്താർസിസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി കത്താർസിസ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? ഫൈൻഡ് ഔട്ട് ദ റോങ് പെയർ ഫ്രം ദ ഫോളോയിങ്. ഓപ്ഷൻ എ മൈക്രോ ടീച്ചിങ് സ്കിൽ ഡെവലപ്മെൻറ്റ്. ഓപ്ഷൻ ബി CCE വിദ്യാഭ്യാസ അവകാശ നിയമം. ഓപ്ഷൻ സി നിരന്തര വിലയിരുത്തൽ വാർഷിക പരീക്ഷ. ഓപ്ഷൻ ഡി ആത്യന്തിക വിലയിരുത്തൽ ക്ലാസ് കയറ്റം അല്ലെങ്കിൽ പ്രൊമോഷൻ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി നിരന്തര വിലയിരുത്തൽ വാർഷിക പരീക്ഷ. അടുത്ത ക്വസ്റ്റ്യൻ, വൈകാരിക ബുദ്ധി എന്ന ആശയം അർത്ഥമാക്കുന്നത്. ദ കൺസെപ്റ്റ് ഇമോഷണൽ ഇൻ്റലിജൻസ് റെഫേഴ്സ് ടു. ഓപ്ഷൻ എ വൈകാരിക ക്ഷമത ഇമോഷണൽ കോമ്പിറ്റൻസ്. ഓപ്ഷൻ ബി വൈകാരിക വികാസം ഇമോഷണൽ ഡെവലപ്മെൻറ്റ്. ഓപ്ഷൻ സി വൈകാരിക പക്വത ഇമോഷണൽ മെച്യൂരിറ്റി. ഓപ്ഷൻ ഡി വൈകാരിക ക്ഷമതയില്ലായ്മ ലാക്ക് ഓഫ് ഇമോഷണൽ കോമ്പിറ്റൻസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ഇമോഷണൽ കോമ്പിറ്റൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, കുട്ടികളിൽ ഭാഷാ വികാസത്തിന് അനുവർത്തിക്കേണ്ട മുൻഗണനാ ക്രമം ഏത്? വിച്ച് ഈസ് ദ പാറ്റേൺ ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഇൻ എ ചിൽഡ്രൻ? ഇതിൻ്റെ ആൻസർ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഓപ്ഷൻ എ ആണ്. ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ്. അതാണ് കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത്. നമ്മൾ LSRW എന്ന് ഷോർട്ട് ഫോമിൽ പറയാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് വൈജ്ഞാനിക വികാസ ഘട്ടത്തിലാണ് ഒന്നിലധികം വസ്തുക്കളെ ഒരുമിച്ച് പരിഗണിക്കാൻ കുട്ടിക്ക് കഴിയാത്തത്? ഇൻ വിച്ച് ഓഫ് ദീസ് stages of cognitive development the child could not focus on more than one aspect of a thing or phenomenon? ഓപ്ഷൻ എ പ്രാക് മനോവ്യാപാര ഘട്ടം പ്രീ ഓപ്പറേഷണൽ. ഓപ്ഷൻ ബി സമൂർത്ത ചിന്തനഘട്ടം കോൺക്രീറ്റ് ഓപ്പറേഷണൽ. ഓപ്ഷൻ സി അമൂർത്ത ചിന്തനഘട്ടം ഫോർമൽ ഓപ്പറേഷണൽ. ഓപ്ഷൻ ഡി ബിംബനഘട്ടം അല്ലെങ്കിൽ ഐക്കോണിക് സ്റ്റേജ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ പ്രാക് മനോവ്യാപാരഘട്ടം അല്ലെങ്കിൽ പ്രീ ഓപ്പറേഷണൽ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പഠന വൈകല്യങ്ങളിൽ പെടാത്തത് ഏത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ലേണിംഗ് ഡിസബിലിറ്റി? ഓപ്ഷൻ എ ആലേഖന വൈകല്യം റൈറ്റിംഗ് ഡിസബിലിറ്റി. ഓപ്ഷൻ ബി ഗണിത വൈകല്യം മാത്തമാറ്റിക്കൽ ഡിസബിലിറ്റി. ഓപ്ഷൻ സി ബുദ്ധി വൈകല്യം ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി. ഓപ്ഷൻ ഡി വായനാ വൈകല്യം റീഡിംഗ് ഡിസബിലിറ്റി. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി അല്ലെങ്കിൽ ബുദ്ധി വൈകല്യം. അടുത്ത ക്വസ്റ്റ്യൻ, ചിന്തയെക്കുറിച്ചുള്ള ചിന്ത എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആര്? ഹൂ പ്രൊപ്പോസ്ഡ് ദ കൺസെപ്റ്റ് ഓഫ് മെറ്റാകൊഗ്നിഷൻ? ഓപ്ഷൻ എ ജോൺ ഫ്ലാവൽ. ഓപ്ഷൻ ബി BF സ്കിന്നർ. ഓപ്ഷൻ സി JS ബ്രൂണർ. ഓപ്ഷൻ ഡി എറിക് എറിക്സൺ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ജോൺ ഫ്ലാവൽ. അടുത്ത ചോദ്യം, വികാസ തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഡെവലപ്മെൻറ്റൽ പ്രിൻസിപ്പിൾ? ഓപ്ഷൻ എ സ്ഥൂലത്തിൽ നിന്ന് ആരംഭിച്ച് സൂക്ഷ്മത്തിലേക്ക് എന്ന ക്രമം പാലിക്കുന്നു. ഇറ്റ് പ്രൊസീഡ്സ് ഫ്രം ഗ്രോസ് ടു ഫൈൻ മോട്ടോർ മൂവ്മെൻറ്റ്. ഓപ്ഷൻ ബി വികാസം വ്യത്യസ്ത ശരീരഭാഗങ്ങളിൽ ഒരേ നിരക്കിൽ നടക്കുന്നു. ഡെവലപ്മെൻറ്റ് ടേക്സ് പ്ലേസ് അറ്റ് ദ സെയിം റേറ്റ് ഓൺ ഡിഫറൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി. ഓപ്ഷൻ സി
വികാസം പ്രവചനീയമാണ്. ഡെവലപ്മെൻറ്റ് ഈസ് പ്രെഡിക്റ്റബിൾ. ഓപ്ഷൻ ഡി വികാസം ക്രമീകൃതമാണ്. ഡെവലപ്മെൻറ്റ് ഫോളോസ് എ പാറ്റേൺ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി വികാസം വ്യത്യസ്ത ശരീരഭാഗങ്ങളിൽ ഒരേ നിരക്കിൽ നടക്കുന്നു. അടുത്ത ചോദ്യം, കുട്ടികളിൽ വിമർശനാത്മക ചിന്ത പരിപോഷിപ്പിക്കാൻ തീർത്തും അനുയോജ്യമല്ലാത്ത ബോധന രീതി ഏത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ പ്രൊമോട്ടിംഗ് ക്രിട്ടിക്കൽ തിങ്കിങ് ഇൻ ചിൽഡ്രൻ? ഓപ്ഷൻ എ ചർച്ച ഡിസ്കഷൻ, ഓപ്ഷൻ ബി സംവാദം ഡയലോഗ്, ഓപ്ഷൻ സി ഭാഷണ രീതി ലെക്ചർ മെത്തേഡ്, ഓപ്ഷൻ ഡി ബ്രെയിൻ സ്ട്രോമിംഗ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ലെക്ചർ മെത്തേഡ്. അടുത്ത ചോദ്യം, ദീർഘകാല സ്മരണകൾ എൻകോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ലോങ് ടേം മെമ്മറീസ് ആർ എൻകോഡഡ് ഇൻ ടേംസ്. ഓപ്ഷൻ എ ശബ്ദരൂപത്തിൽ സൗണ്ട്, ഓപ്ഷൻ ബി ദൃശ്യബിംബങ്ങളായി വിഷ്വൽ ഇമേജസ്, ഓപ്ഷൻ സി ആശയരൂപത്തിൽ കൺസെപ്റ്റ്സ്, ഓപ്ഷൻ ഡി മേൽപ്പറഞ്ഞവ എല്ലാം ഓൾ ദ എബോ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഓൾ ദ എബോ. അടുത്ത ക്വസ്റ്റ്യൻ, സംഘപഠന പ്രവർത്തനങ്ങളിൽ ഒരു പഠിതാവിൻ്റെ ഇടപെടൽ മെച്ചപ്പെട്ടതാണോ എന്ന് തിരിച്ചറിയാൻ സഹായിക്കാത്ത വിലയിരുത്തൽ. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സ്യൂട്ടബിൾ മെത്തേഡ് ടു ഇവാലുവേറ്റ് ദ ഇൻവോൾവ്മെൻറ്റ് ഓഫ് എ ലേണർ ഇൻ ഗ്രൂപ്പ് ലേണിംഗ് ആക്ടിവിറ്റീസ്? ഓപ്ഷൻ എ അധ്യാപകൻ്റെ വിലയിരുത്തൽ ഇവാലുവേഷൻ ബൈ ദ ടീച്ചർ, ഓപ്ഷൻ ബി ക്ലാസ് ടെസ്റ്റ്, ഓപ്ഷൻ സി നിരന്തര വിലയിരുത്തൽ കണ്ടിന്യൂസ് ഇവാലുവേഷൻ, ഓപ്ഷൻ ഡി സമസംഘ വിലയിരുത്തൽ പിയർ ഇവാലുവേഷൻ. ആൻസർ ഓപ്ഷൻ ബി ക്ലാസ് ടെസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ശ്രീബുദ്ധൻ അഹിംസയുടെ പ്രതീകമായാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അൽപോർട്ടിൻ്റെ വ്യക്തി സിദ്ധാന്തം അനുസരിച്ച് താഴെ പറയുന്നവയിൽ ഏത് സവിശേഷതയാണ് ഇത് വിശേഷിപ്പിക്കുന്നത്? ശ്രീബുദ്ധ ഈസ് വെൽ നോൺ ഇൻ ഹിസ്റ്ററി ആസ് എ സിംബൽ ഓഫ് അഹിംസ. അക്കോർഡിംഗ് ടു അൽപോർട്ട് തിയറി ഓഫ് പേഴ്സണാലിറ്റി, വിച്ച് ട്രൈറ്റ് ക്യാൻ ബെസ്റ്റ് ഡിസ്ക്രൈബ് ദ ക്വാളിറ്റി? ഓപ്ഷൻ എ ദ്വിതീയ സവിശേഷത സെക്കൻഡറി ട്രൈറ്റ്, ഓപ്ഷൻ ബി പ്രഭവ സവിശേഷത സോഴ്സ് ട്രൈറ്റ്, ഓപ്ഷൻ സി കേന്ദ്രീയ സവിശേഷത സെൻട്രൽ ട്രൈറ്റ്, ഓപ്ഷൻ ഡി പ്രമുഖ സവിശേഷത കാർഡിനൽ ട്രൈറ്റ്സ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി കാർഡിനൽ ട്രൈറ്റ്. അടുത്ത ചോദ്യം, മസ്തിഷ്കത്തിലെ ഭാഷാ ഘടകത്തിന് ഭാഷാ സ്വീകരണത്തിൽ മുഖ്യ പങ്കുണ്ടെന്ന് വാദം ഉന്നയിച്ചത്. ദ ലാഡ് ഇൻ ദ ബ്രെയിൻ പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ ദ അക്വിസിഷൻ ഓഫ് ലാംഗ്വേജ്. ദിസ് ഐഡിയ വാസ് പ്രൊപ്പോസ്ഡ് ബൈ ഓപ്ഷൻ എ ബി എഫ് സ്കിന്നർ, ഓപ്ഷൻ ബി ജെറോമസ് ബ്രൂണർ, ഓപ്ഷൻ സി നോം ചോംസ്കി, ഓപ്ഷൻ ഡി ഡാനിയൽ ഗോൾമാൻ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി നോം ചോംസ്കി. അടുത്ത ക്വസ്റ്റ്യൻ, പ്രീ സ്കൂൾ ഘട്ടത്തിലെ കുട്ടികൾ അവരുടെ അറിവും ചിന്തയും അനുഭവങ്ങളും പോലെ തന്നെയാണ് മറ്റുള്ളവരുടേതും എന്ന് വിശ്വസിക്കുന്നു. ഈ പ്രതിഭാസം അറിയപ്പെടുന്നത്. ചിൽഡ്രൻ അറ്റ് ദ പ്രീ സ്കൂൾ സ്റ്റേജ് ബിലീവ് ദാറ്റ് ദ നോളജ് തോട്ട്സ് ആൻഡ് എക്സ്പീരിയൻസസ് അതേഴ്സ് ഡു ഹാവ് ആർ ദ സെയിം ആസ് ദാറ്റ് ഓഫ് ദെയേഴ്സ്. ദിസ് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് കാൾഡ്. ഓപ്ഷൻ എ വസ്തുസ്ഥൈര്യം ഒബ്ജക്റ്റ് പെർമനൻസ്, ഓപ്ഷൻ ബി സ്വയം കേന്ദ്രീകൃത അവസ്ഥ ഈഗോ സെൻട്രിസം, ഓപ്ഷൻ സി സ്വാംശീകരണം അസിമിലേഷൻ, ഓപ്ഷൻ ഡി സംസ്ഥാപനം അക്കോമഡേഷൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി സ്വയം കേന്ദ്രീകൃത അവസ്ഥ അല്ലെങ്കിൽ ഈഗോ സെൻട്രിസം. ഓപ്ഷൻ എ ഉയർന്ന ബുദ്ധി നിലവാരം ഹൈ ഇൻ്റലക്ച്വൽ ലെവൽ, ഓപ്ഷൻ ബി പ്രത്യേക അഭിരുചി സ്പെഷ്യൽ ആപ്റ്റിറ്റ്യൂഡ്, ഓപ്ഷൻ സി വിഫ്രജ ചിന്തനശേഷി ഡൈവർജൻറ്റ് തിങ്കിങ്, ഓപ്ഷൻ ഡി സംപ്രജ ചിന്തനശേഷി അല്ലെങ്കിൽ കൺവർജൻറ്റ് തിങ്കിങ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി സംപ്രജ ചിന്തനശേഷി അല്ലെങ്കിൽ കൺവർജൻറ്റ് തിങ്കിങ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. ഇതിൻ്റെ കണ്ടിന്യൂസ് വീഡിയോ വേണമെന്നുള്ളവർ ഈ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് കൂടി ചെയ്യുക.